ഹലോ ഗായ്സ്, വെൽക്കം ടു ഫോക്കസ് സ്റ്റഡി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SLC മാത്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 5 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സ്ലൈഡ്സ് ഇംഗ്ലീഷിന് മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വീഡിയോ മുതൽ എന്തായാലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: From a point on the ground at a distance of 100 meters away from a tower, the top of the tower is seen at an angle of elevation 45 degrees. From the top of the tower, a car is seen on the opposite side of the tower at an angle of depression 25 degrees. Draw a figure showing the details. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈസിയാണ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് കിട്ടും. അതായത് ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meters away from a tower. അതായത് ഗ്രൗണ്ടിലെ ഒരു പോയിന്റിൽ നിന്ന് 100 meters അവേ ആണ് എന്തൊരു ടവർ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പോയിന്റ് വരയ്ക്കുക, ആ പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ ആ ഡിസ്റ്റൻസ് എത്ര പറഞ്ഞിട്ടുള്ള 100 meters. ആൻഡ് ആ 100 meters അവേ ഇവിടെ എന്താണുള്ള ഒരു ടവർ ഉണ്ട്. അപ്പൊ നമ്മൾ ടവർ വരയ്ക്കുന്നു. നമുക്ക് അതിന് മാർക്ക് ലേബിൾ ചെയ്ത് കൊടുക്കുക, അത് എന്തായാലും ചെയ്യണം. ആൻഡ് ദെൻ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ടോപ്പ് ഓഫ് ദ ടവർ, അതായത് ഈ പോയിന്റിൽ നിന്ന്, ഗ്രൗണ്ടിലെ പോയിന്റിൽ നിന്ന് ടവറിന്റെ ടോപ്പിലേക്ക് കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 45 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി. ഇവിടെ നിന്ന് കാണുന്ന ഈ ആംഗിൾ 45 ഡിഗ്രി. ഓക്കെ, ദെൻ എ കാർ ഈസ് സീൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി. അതായത് ടവറിന്റെ ടോപ്പിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു കാർ കാണുന്നുണ്ട്. അപ്പം ഇതാണ് കാർ എന്ന് വെക്കുക. ഈ കാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തത്. ആൻഡ് ദെൻ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടവറിന്റെ ടോപ്പിൽ നിന്ന് കാർ കാണുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒരിക്കലും ഈ ആംഗിൾ അല്ല. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന സ്ട്രെയിറ്റ് വ്യൂവും അതുപോലെ കാറിലേക്കുള്ള ആ ഒരു വ്യൂവും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ ഇതായിരിക്കും 25 ഡിഗ്രി. ഇത്രയും വരയ്ക്കുമ്പോൾ നമ്മുടെ ഫിഗർ ആയി. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഫിഗർ. ഓക്കെ, ഇനി അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഇപ്പൊ നമുക്ക് ടവറിന്റെ ഹൈറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി ആംഗിൾസ് തന്നിട്ടുണ്ട്. 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് 90 പ്ലസ് 45, 45 ഡിഗ്രി. ഇവിടെ നമുക്ക് അറിയാം, അതായത് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ 45 ഡിഗ്രിയും 45 ഡിഗ്രി. ഈ 45 ഓപ്പോസിറ്റ് 100 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് എന്തായിരിക്കും? 100 ആയിരിക്കും. അത് നമുക്ക് അറിയാം. ഇനി ഇത് ട്രിഗ്നോമെട്രി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടാൻ യൂസ് ചെയ്ത് ചെയ്യാം. ഇങ്ങനെ എഴുതിയാലും മതി. ഇനി ടാൻ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് വരുമ്പോൾ എങ്ങനെയാവും? ഇവിടെ എന്ത് വരും? ടാൻ 45 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, h ബൈ 100. അത് എങ്ങനെ h കണ്ടുപിടിക്കാം? h 100 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ h ഈക്വൽ ടു ടാൻ 45 ഇൻറ്റു 100. ആൻഡ് ടാൻ 45യുടെ വാല്യൂ 1 ആണ്, തന്നിട്ടില്ല ഇവിടെ, പക്ഷെ നമുക്ക് അറിയണം. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടത് പഠിക്കാനുള്ളതാ. അപ്പം 1 ഇൻറ്റു 100 എത്ര വരും? 100. ഇപ്പോഴും 100 കിട്ടി. ഇനി റേഷ്യോ വെച്ച് ചെയ്താൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദ ടവർ? അതായത് ഈ കാറിൽ നിന്ന് ടവറിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്താ? 25. ഈ ഇസിയും എ ഡിയും പാരലൽ ആണ്. അപ്പൊ എന്ത് വരും? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. പാരലൽ ലെൻസിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾസ് ഏതാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പം ഇവിടെയും 25 ഡിഗ്രി ആണ്. ഇത് നമുക്ക് 90 എന്ന് ഓൾറെഡി അറിയാം. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും. അതായത് 180 മൈനസ് 25 പ്ലസ് 90 എത്ര വരും? 65 ഡിഗ്രി. ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ, കാരണം ഇവിടെ 65യുടെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ 65 കണ്ടുപിടിക്കാം. ടാൻ 65 എന്ന് പറയുന്നത് എന്താ? എ ബൈ 100, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. നമ്മൾ എ കണ്ടുപിടിക്കണമെങ്കിൽ 100 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം എ ഈക്വൽ ടു ടാൻ 65 ഇൻറ്റു 100. ടാൻ 65 2.14. അപ്പോൾ 2.14 ഇൻറ്റു 100 എത്ര വരും? 240 മീറ്റേഴ്സ്. ആൻസർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Draw a circle of radius 3 cm. Draw a tangent to the circle from a point 7.5 cm away from the circle. ഇതൊരു കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ആദ്യം നമ്മുടെ അടുത്ത് ഒരു സർക്കിള് റേഡിയസ് 3 cm ഉള്ള സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് വരയ്ക്കാം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. അതിന്റെ റേഡിയസ് 3 cm ആണ്. സർക്കിളിൽ നിന്ന് നമ്മൾ 7.5 cm ദൂരത്തേക്കുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇതിന്റെ ലെങ്ത് 7.5. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അതായത് ഇവിടെ വെച്ചിട്ട് ഈ സർക്കിളിന്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? മുകളിലും താഴെ ആർക്ക് കട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. ഇതായിരിക്കും ഇതിന്റെ ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതായത് ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ?
ഈ പോയിന്റ് റേഡിയസ് ആക്കി സെന്റർ ആക്കിയിട്ട് ഇത് റേഡിയസ് എടുക്കുക, എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ എന്ത് വരും? ഇത് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് കിട്ടും. ആൻഡ് ഈ പോയിന്റ്സിലോട്ട് ടച്ച് ചെയ്തിട്ട് വേണം ടാൻജൻസ് പോകാൻ. അപ്പൊ ഈസി ആയില്ലേ? ഇവിടെ നിന്ന് നമ്മൾ ഈ പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക. അപ്പൊ എന്തായി? ടാൻജന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which among the following coordinates is a point on the x-axis? Okay. x-axis എന്ന് പറയുമ്പം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, x-axisലെ എല്ലാ പോയിന്റിന്റെയും y കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ y കോർഡിനേറ്റ് 0 ആയിട്ട് വരുന്ന ഒരേ ഒരു പോയിന്റ്, ഒരു കോർഡിനേറ്റ് ഇവിടെയുള്ളൂ, അത് ഏതാണ്? 30. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 30. 30യുടെ y കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ അത് x-axisലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ഒറിജിൻ. അതായത് ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് വേണം കണ്ടുപിടിക്കാൻ. അതിന്റെ ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിന്റെ ഇവിടെ എക്സ് എന്താണ്? ഇവിടെ എക്സ് 3യും വൈ 0. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്. അപ്പം റൂട്ട് ഓഫ് 9 പ്ലസ് 0 എത്രയാ? റൂട്ട് 9. റൂട്ട് 9 വാല്യൂ 3. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3 യൂണിറ്റ്. ഓക്കെ. An arithmetic sequence of natural numbers which leaves remainder 1 on division by 4 is written. Write its algebraic form. ഓക്കെ. നമുക്കില്ലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഡിവിഷനും റിമൈൻഡർ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം സീക്വൻസ് എഴുതാൻ പഠിക്കണം. സീക്വൻസ് എഴുതാൻ ഭയങ്കര സിമ്പിളാണ്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ഏതാ? 4 ആണ്. 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ എല്ലാ ആ സീക്വൻസിലെ എല്ലാ ടേംസും എന്തായിരിക്കും അറിയോ? 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് റിമൈൻഡർ. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള സീക്വൻസ് ഏതാ? ഇവിടുത്തെ സീക്വൻസ് 1, 5, 9, 13 ആണ്. ഇതിലെ എല്ലാ ടേംസും 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1. 1 ഇവിടെ റിമൈൻഡർ ആണ്. അതായത് 1 4 is 4. 4 ആണല്ലോ ഫസ്റ്റ് മൾട്ടിപ്പിൾ. 4 പ്ലസ് 1. 1 റിമൈൻഡർ ആണെന്ന് ഓർക്കണം. 4 പ്ലസ് 1 5. ദെൻ 8 പ്ലസ് 1 9. 12 പ്ലസ് 1 13. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം? റിമൈൻഡർ 4നെക്കാളും ചെറുത്, ഡിവൈഡ് ചെയ്യേണ്ട നമ്പറിനെക്കാളും ചെറുതാണെങ്കിൽ അതും കൂടി സീക്വൻസിൽ എഴുതണം. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ 2 3 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇവിടെ എഴുതണം. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യുക? ഇതിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. അപ്പൊ അതിന് ആദ്യം എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ആദ്യം എന്തൊക്കെ അറിയണം? ഫസ്റ്റ് ടേം എത്രയാണെന്ന് അറിയണം. ഫസ്റ്റ് ടേം എന്താ? അത് x1 ആണ്, 1 ആണ്. കോമൺ ഡിഫറൻസ് ഓഫ് 5 - 1 4. അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് എക്സും കണ്ടുപിടിക്കാം. എക്സിന്റെ ജനറൽ ഓൾജിബ്രായിക് ഫോം ആണ് എന്ത്? dn പ്ലസ് f - t. ഇത് പഠിക്കണം, നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും ഇട്ട് കൊടുക്കാം. d4 ആണ്. അപ്പം 4 × n പ്ലസ് f1 ആണ് 1 - 4. ഇതെന്ത് വരും? ഈ 1 - 4 എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പൊ 4n പ്ലസ് -3. മൈനസും പ്ലസും വന്നാൽ മൈനസ് ചെയ്യാം. അപ്പം 4n - 3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സം ഓഫ് n ടേംസ്. ഓക്കെ. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത്? സം ഓഫ് n ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സമ്മിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതണം. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് Sn ഈക്വൽ ടു n/2 × xn പ്ലസ്, ഇവിടെ x1 ആണ്, ഒരു മിസ്റ്റേക്ക് ആണ്, സോറി, x1 ആണ്. ഓക്കെ. x1 അതെന്ത് വരും? n/2 × 4n - 3 + 1. -3 + 1 എന്താ? -2. അപ്പം n/2 × 4n - 2. ഇനി നമുക്ക് n/2നെ രണ്ടിലും ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? n/2 × 4n എന്ന് പറയുമ്പോൾ 4n²/2. ഇനി n/2 × 2 2n/2. ഇതിൽ 4ഉം 2ഉം ക്യാൻസൽ ആവും. ഇവിടെ 2 വരും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് വരും? 2n² - n. അതായത് Sn എന്ന് പറയുന്നത് 2n² - n ആയിരിക്കും. ഇത് കണ്ടാ നമ്മുടെ an പ്ലസ് b എന്ന് പറഞ്ഞ ഫോർമുലയാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് ടു ബി ആഡഡ് ടു ഗെറ്റ് 780 ആസ് സം? ഓക്കെ. നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? സം 780 ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? എത്ര ടേംസ് വേണം സം 780 ആവാൻ? അപ്പൊ നമ്പർ ഓഫ് ടേംസ് ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി കിട്ടി Snന്റെ ഓൾജിബ്രായിക് ഫോം. എന്താണത്? 2n² - n ആണെന്ന് കിട്ടി. ഓക്കെ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 780 സം ആണ്. അപ്പം ഇതിന്റെ വാല്യൂ ആണ് എന്ത്? 780. അപ്പൊ നമുക്കത് എഴുതി കൊടുക്കാം. 2n² - n എത്ര? 780. ഓക്കെ. ഇത് നോക്ക്. ഇത് ആക്ച്വലി ഒരു എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ? അപ്പൊ ഇത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തായി മാറും? ഇത് 2n² - n - 780 = 0. ഇത് എന്തായി? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത്? ഇത് സോൾവ് ചെയ്യണം. n കണ്ടുപിടിച്ചാൽ മതി. n ആണ് നമ്പർ ഓഫ് ടേംസ്. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് പകരം ഇവിടെ n ആണ്. അത്ര വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്യാം. ഓക്കെ. അതിന് ആദ്യം a b c എന്താ നോക്കാം. a എന്ന് പറയുന്നത്
എന്നിന്റെ കൂടെ ഉള്ളത് 2 ആൻഡ് ദെൻ ഇവിടെ -1 ആണ് ബി, -780 ആണ് സി. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എക്സിന് പകരം n അത്ര വ്യത്യാസമുള്ളൂ. n ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് വരും? ഇവിടെ -b ആണ്, b എന്താ മൈനസ് ആണ്, അപ്പം -1 പ്ലസ് ഓർ മൈനസ് √-b² മൈനസ് 4 ഇൻറ്റു a എന്താ a2 ആൻഡ് c -780. അപ്പൊ 2 ഇൻറ്റു -780, ഇവിടെ ഇൻറ്റു ഉണ്ട്, അടിയിൽ 2a, 2 ഇൻറ്റു 2. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്ത് വരും? -1 എന്ന് പറയുമ്പോൾ പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് √1² -1² 1 ആണ്, 1 മൈനസ് എന്ത് വരും? ഇതിന്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -6240 കിട്ടും, 6240 കിട്ടും. അപ്പം by 4 ഇതാണ് വരിക. ആൻഡ് ദെൻ ഇത് പറയുമ്പോൾ -1 -6040 എന്ന് പറയുന്നത് പ്ലസ് വരും. അപ്പൊ എന്ത് വരും? 6241 വരും. അതിന്റെ ഈ √6240 ആണ് 79. അപ്പൊ എന്ത് വരും? 1 പ്ലസ് ഓർ മൈനസ് 79/4. ഓക്കെ, ഇനി നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്ന് നമുക്ക് എന്ത് കൊടുക്കാം? 1 പ്ലസ് 79/4 1 മൈനസ് 79/4 കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂ കിട്ടും. ഒന്ന് 20, ഒന്ന് -19.5 ആണ്. അപ്പോ മൈനസ് ഉണ്ട്, -19.5 ആണ്. അപ്പൊ എന്ത് വരും? നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്പർ ഓഫ് ടേംസ് കൗണ്ട് ചെയ്യല്ലോ നമ്മൾ നമ്പർ. അപ്പൊ കൗണ്ടിങ് നമ്പേഴ്സ് ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 20 ആയിരിക്കും. ഓക്കെ, ഇത് മൈനസ് ആണ് കേട്ടോ, സോറി, 20 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. From the top of a building, a man sees a car at an angle of depression of 60 degree. Distance from the building and the car is 50 meters. സിമ്പിൾ, നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബിൽഡിംഗ് ഉണ്ട്, ആൻഡ് ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ഒരു മാന്റെ ഹൈറ്റിൽ, നമുക്ക് ഹൈറ്റ് തന്നിട്ടില്ല, മാനിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹൈറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ഒരു ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെ വരയ്ക്കണം? സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് കാണുന്ന ഡിസ്റ്റൻസ്, ഇതാണ് എന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര? 60 ഡിഗ്രി. ഇതാണ് നമ്മുടെ കാറ്. ഈ കാറിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുള്ളത്? 50 meters. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് ഇവിടെ കാണേണ്ടത്. നമുക്കിവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 60 ഓൾറെഡി കിട്ടി. അപ്പൊ നമുക്കറിയാം രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ വരുന്ന ആംഗിൾസ് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെയും 60 ഡിഗ്രി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾ 60 കിട്ടിയാൽ നമുക്ക് ഇനി ഈസി ആയിട്ട് എച്ച് കണ്ടുപിടിക്കാലോ. എങ്ങനെ ചെയ്യാം? tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. tan ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, h/50 and h ഈക്വൽ ടു tan 60 into 50. tan 60യുടെ വാല്യൂ പഠിക്കണം, എന്താണ്? √3. അപ്പം h ഈക്വൽ ടു √3 into 50, that is 50 √3 meters. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് SLC മാത്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. മേക്ക് ദ എൻഎം.